നമ്മളെ തന്നെ റെസ്പെക്റ്റ് ചെയ്യാനുള്ള കുറച്ച് വഴികളാണ് ഞാൻ പറയുന്നത്. നമ്മൾ മറ്റുള്ളവരുടെ ശ്രദ്ധയ്ക്കായിട്ട് യാചിക്കാതിരിക്കുക, അവരുടെ സ്നേഹത്തിനായി യാചിക്കാതിരിക്കുക, അവരുടെ ശ്രദ്ധയ്ക്കായി യാചിക്കാതിരിക്കുക. മറ്റുള്ളവർ നമ്മൾ അന്വേഷിക്കുന്നുണ്ടോ എന്നതിനെക്കുറിച്ച് നമ്മൾ അന്വേഷിക്കാതിരിക്കുക. അവർ അന്വേഷിക്കാതിരിക്കുകയോ ചെയ്തോട്ടെ. അതായിരിക്കരുത് നമ്മളുടെ ശ്രദ്ധ ചെയ്യണം. നമ്മൾ അതിലേക്ക് ആയിരിക്കരുത് നമ്മുടെ ശ്രദ്ധ നോക്കേണ്ടത്. മറ്റുള്ളവർ നമ്മളെക്കുറിച്ച് ചിന്തിക്കുന്നുണ്ടോ, നമ്മൾ അന്വേഷിക്കുന്നുണ്ടോ, നമ്മളെ റെസ്പെക്റ്റ് ചെയ്യുന്നുണ്ടോ, നമ്മളെ സ്നേഹിക്കുന്നുണ്ടോ ഒന്നും നമ്മൾ നോക്കണ്ട. നമ്മൾ നമ്മളിലേക്ക് നോക്കുക. നമ്മളായിരിക്കണം നമ്മളുടെ ഏറ്റവും ബെസ്റ്റായിട്ടുള്ള വ്യക്തി. നമ്മൾ ഈ ലോകത്ത് നമ്മളെക്കാൾ ബെസ്റ്റായിട്ടൊരാളില്ല എന്ന് വിശ്വസിച്ചാൽ മതി. നമ്മൾ നല്ലൊരാളായി ജീവിക്കുക. ഐ ആം ദ ബെസ്റ്റ്, ദർ ഈസ് നോ വൺ ബെറ്റർ ദാൻ മീ എന്ന് ചിന്തിക്കുക. ചില ആൾക്കാരുകളുണ്ട്, നമ്മളെ കണി കാണുന്ന ആൾക്കാർ, ഇന്ന ആളെ കണ്ടാൽ നല്ലതാണ്, വേറൊരാളെ കണ്ടില്ലെങ്കിൽ മോശമാണെന്നൊക്കെ ചിന്തിക്കുന്നവർ. നമ്മൾ എണീറ്റ് നമ്മളെ കണ്ണാടിയിൽ നോക്കുക, നമ്മളെക്കാൾ മികച്ച ഒരു വ്യക്തി ഈ ലോകത്തില്ല എന്ന് വിശ്വസിക്കുകയും അങ്ങനെ നമ്മളെ തന്നെ നമ്മളുടെ ഏറ്റവും മികച്ചൊരു വ്യക്തിയായി കാണാനും ശ്രമിക്കുക. നമ്മളെ റെസ്പെക്റ്റ് ചെയ്യാനും ശ്രമിക്കുക. ആളുകൾ നിങ്ങളോട് അനാദരവ് കാണിക്കുന്നുണ്ടെങ്കിൽ, നമ്മളെ റെസ്പെക്റ്റ് ചെയ്യാതെ അല്ലെങ്കിൽ നമ്മളോട് മോശമായി പെരുമാറുന്നുണ്ടെങ്കിൽ നമ്മൾ അപ്പം തന്നെ അതിനായിട്ട് പ്രതികരിക്കുക. നമുക്ക് ആവശ്യത്തിലധികം നമ്മൾ പറയുന്നത് നിർത്തുക. നമ്മളോട് റെസ്പെക്റ്റ് ചെയ്യാത്ത അല്ലെങ്കിൽ നമ്മളെ ബഹുമാനിക്കാത്ത ആളുകളിൽ നിന്ന് നമ്മൾ ഒഴിഞ്ഞു നിൽക്കുക. അവരെ നമ്മൾ അവോയ്ഡ് ചെയ്യുക. നമ്മൾ വെറുതെ അവരുടെ മുന്നിൽ പോയിട്ട് നമുക്ക് റെസ്പെക്റ്റ് വേണമെന്ന് നമ്മൾ യാചിക്കാതിരുന്നാൽ മതി. അതുപോലെ നമ്മൾ ഇരുന്നുകൊണ്ട് ഷെയ്ക്കാൻ്റൊക്കെ ചെയ്യുന്നത് അതൊക്കെ ഒരു മോശം പ്രവൃത്തിയാണ്. നമ്മളൊരു വ്യക്തിയെ ബഹുമാനിക്കുന്നുണ്ടെങ്കിൽ നമ്മൾ ആ ആളെ കണ്ടു കഴിഞ്ഞാൽ നീച്ച് നിന്നുകൊണ്ടായിരിക്കണം നമ്മൾ ഷെയ്ക്കാൻ്റ് കൊടുക്കുന്നതും ആ ആളെ നമ്മൾ സ്വീകരിക്കുകയും ചെയ്യേണ്ടത്. അതുപോലെ നമുക്ക് വേറൊരാൾ അല്ലെങ്കിൽ വേറൊരു വ്യക്തിയിൽ നിന്നും നമ്മൾ എന്തെങ്കിലും ഭക്ഷണമൊക്കെ കഴിക്കുന്നുണ്ടെങ്കിൽ അയാൾ കഴിക്കുന്നതിന് കൂടുതൽ ഭക്ഷണമൊന്നും ആയിരുന്നെന്ന് ഇരിക്കാൻ ശ്രമിക്കുക. നമുക്ക് നമ്മളുടേതായ ഒരു ഐഡൻറ്റിറ്റി കീപ്പ് ചെയ്യണം. നമ്മൾ കൈയിട്ട് വാരി തിന്നുന്ന ഒരാളായിട്ട് ഇരിക്കാതിരിക്കുക. അതുപോലെ തന്നെയാണ് നമ്മൾ ഗോസിപ്പ് പറയുക. മറ്റുള്ളവരെ കുറിച്ച് ഗോസിപ്പ് പറഞ്ഞിട്ട് സമയം ചിലവഴിക്കാതിരിക്കുക. അതൊരു വിനോദമായി കാണുന്ന ചില ആൾക്കാരുണ്ട്. ഗോസിപ്പ് പറയലും മാത്രം ഒരു വിനോദം. അങ്ങനെയുള്ള കാര്യങ്ങളിൽ നിന്നൊക്കെ നമ്മൾ ഒഴിവാക്കി നിൽക്കുക. നമ്മളുടെ കാര്യങ്ങൾക്കായിരിക്കണം ശ്രദ്ധ കൂടുതൽ കേന്ദ്രീകരിക്കണം. നമ്മുടെ ലക്ഷ്യത്തിലേക്ക് അതായിരിക്കും നമ്മുടെ ഫസ്റ്റ് പ്രയോറിറ്റി. ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ മാറ്റി വയ്ക്കണം. നമ്മൾക്ക് എന്ത് തിരക്കുണ്ടെങ്കിലും നമ്മുടെ ലക്ഷ്യത്തിലേക്ക് നമ്മൾ തിരക്കുള്ളവരായിരിക്കണം. അതായിരിക്കണം നമ്മളുടെ ഏറ്റവും കൂടുതൽ തിരക്കുള്ള സംഭവം. അതുപോലെ നമ്മൾ സംസാരിക്കുന്നതിന് മുന്നേ ചിന്തിക്കുക. നമ്മളുടെ പല പ്രശ്നങ്ങളും നമ്മുടെ സംസാരത്തിൽ നിന്നാണ്. അത് 80% പ്രശ്നങ്ങളും ഉണ്ടാകുന്നത് നമ്മുടെ സംസാരത്തിൽ നിന്നാണ്. നമ്മളെ വില കൽപ്പിക്കുന്നത് നമ്മളുടെ വായിൽ നിന്ന് വരുന്ന വാക്കുകൾ തന്നെയാണ് നമ്മളെ വില കൽപ്പിക്കുന്നത്. അപ്പോൾ നമ്മളെപ്പോഴും പറയുന്നതിന് മുന്നേ നമ്മൾ ശ്രദ്ധിക്കുക. നമ്മളെപ്പോഴും ഒരു അച്ചീവർ ആവാൻ ശ്രമിക്കുക. നമുക്കൊരു ലക്ഷ്യം ഉണ്ടാവണം. നമ്മൾ ആ ലക്ഷ്യത്തെ നേടാൻ വേണ്ടിയിട്ട് എപ്പോഴും ശ്രമിച്ചുകൊണ്ടിരിക്കുക. സമയത്തിന് വില കൽപ്പിക്കുക. നമ്മുടെ സമയം എപ്പോഴും വില പിടിച്ചതാണെന്നുള്ളത് ശ്രമിക്കുക. അതുപോലെ നമുക്ക് ബഹുമാനം തോന്നാത്ത അല്ലെങ്കിൽ നമുക്ക് ഇഷ്ടം തോന്നാത്ത സന്ദർഭങ്ങളിൽ നിന്നൊക്കെ നമ്മൾ മാറി നിൽക്കുക. നമുക്ക് അതിൻ്റെ അവിടെയൊന്നും ആയിരിക്കരുത്. നമുക്കിഷ്ടമില്ല അല്ലെങ്കിൽ നമുക്കതൊരു ബഹുമാനമായിട്ടോ അല്ലെങ്കിൽ ഒരു താല്പര്യമില്ലാത്ത കാര്യങ്ങളാണെങ്കിൽ അവിടെ നിന്ന് മാറി നിൽക്കാൻ ശ്രമിക്കുക. അതുപോലെ പണം ചെലവഴിക്കാൻ പഠിക്കുക. പണം ചെലവഴിക്കുന്നത് അനാവശ്യത്തിനൊക്കെ ഒരുപാട് ചെലവഴിക്കുന്നുണ്ട്. അപ്പോൾ നമ്മളത് പഠിക്കണം. എവിടെയൊക്കെ നമ്മൾ പണം ചെലവഴിക്കണം എന്നുള്ളതിനെക്കുറിച്ചൊരു പഠനം ഉണ്ടാകുമ്പോഴാണ് മറ്റുള്ളവരും നമ്മൾക്ക് വേണ്ടി ചെലവഴിക്കുന്നതിൽ അവർക്കൊരു ധാരണ ഉണ്ടാവുള്ളൂ. അതുപോലെ നമുക്ക് കിട്ടുന്ന വരുമാനത്തിൽ നിന്ന് നമ്മളൊരു ഭാഗം ഇൻവെസ്റ്റ് ചെയ്യാനും അതുപോലെ തന്നെ നമ്മളെ കൊണ്ട് കഴിയുന്ന ചാരിറ്റി പ്രവർത്തനങ്ങൾക്കൊക്കെ നമ്മൾ മാറ്റി വെക്കാനും ശ്രമിക്കുക. അപ്പോഴൊക്കെ നമ്മളൊരു റെസ്പെക്റ്റ് ആയിട്ടുള്ളൊരു പേഴ്സണായി മാറും. ഓക്കെ.